എല്ലാവർക്കും സ്പൈസ് ഡിഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സോയ ചങ്ക്സിന്റെ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിൾ ആണ് ഗൈസ് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രോസസ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സോയ ചങ്ക്സ് നല്ല ഹെൽത്തി ആണ്. ഇത് നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എല്ലാവരെയും വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമന്റ്സിലും അറിയിക്കുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സോയ ചങ്ക്സിൻ്റെ റോസ്റ്റ് തയ്യാറാക്കാനായി ഞാനിവിടെ ന്യൂട്രല്ലയുടെ മിനി സോയ ചങ്ക്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 10 റുപ്പീസിൻ്റെ 2 സാഷയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ സോയ ചങ്ക്സ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ സോയ ചങ്ക്സ് വേവിച്ച് അതിലുള്ള വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കുറച്ച് മസാല ആഡ് ചെയ്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ സോയ ചങ്ക്സ് മൊത്തം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അരയ്ക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 3 സവോളയും 2 ടൊമാറ്റോ, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 കാശ്മീരി മുളക്, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി. ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന ഉള്ളിയും ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാനുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാവും. ഗരം മസാല നമുക്കിനി കറിയിൽ ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്തെടുത്തില്ലേ ആ സോയാബീൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ സോയാബീൻ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇത്രയും മതിയാകും. ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് ഇതിൻ്റെ കളർ നല്ല ഡാർക്ക് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ കാട്ടിലും ഡാർക്കായി വന്നിട്ടുണ്ട്. ഇതിലും ഡാർക്കാവും. നമ്മൾ സോയ ചങ്ക്സ് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതിനെക്കാട്ടും ഡാർക്കായിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ സോയ ചങ്ക്സ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ചുകൂടെ മസാല നല്ല ഡാർക്ക് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സോയാബീൻ ആഡ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് എടുത്തു ഈ ഒരു കളറിലാക്കി കിട്ടാനായിട്ട്. നിങ്ങൾക്ക് ഇത്രയും ഡാർക്കാക്കി വറ്റി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയമിട്ട് ഇത് വേവിച്ചാൽ മതിയാകും. ഞാനിത് ആഡ് ചെയ്തിട്ട് കുറേ നേരം ഇത് വറ്റിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സോയ ചങ്ക്സ് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോയ ചങ്ക്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.